Hello friends, welcome back to food vlog. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പൂ പോലെയുള്ള മധുര കൽത്തപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ 1 കപ്പ് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചോറ്, 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര, 2 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ്, പിന്നെ കുറച്ച് ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാറ്ററിലോട്ട് നമ്മുടെ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് അല്പം ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ, ഒരു സവാള, പിന്നെ കുറച്ച് കശുവണ്ടിയും കൂടി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളുടെ തേങ്ങ, സവാള, പിന്നെ കശുവണ്ടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം തേങ്ങ ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് സവാളയും കശുവണ്ടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിനെ നമ്മുടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പകുതിയെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഇവിടെ ഒന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. കുക്കറിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലോട്ട് നമ്മുടെ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള റോസ്റ്റഡ് കോക്കനട്ടും സവാളയും കശുവണ്ടിയും കൂടി ഇതിന്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുക. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചെടുത്ത് ഒരു 10 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൽത്തപ്പം ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുര കൽത്തപ്പം ഇവിടെ റെഡിയാണ്. മധുരം ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.